നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതാ പോർച്ചുഗീസ് സുപ്രതാരം പെഡ്രോ നെറ്റോക്ക് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി രംഗത്ത്. അദ്ദേഹത്തിനായിട്ട് ഓൾറെഡി താരത്തിൻ്റെ അടുത്ത വൃത്തങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാവിഞ്ഞോ സിറ്റി വിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സാവിഞ്ഞോ ടോട്ടൻഹാം ഹോട്ട്സ്പറിലേക്ക് പോയാൽ പകരം പെഡ്രോ നെറ്റോയെ കൊണ്ടുവരിക എന്നുള്ള പ്ലാനാണ് സിറ്റിക്കുള്ളത്. അതേസമയം സാവിഞ്ഞോയെ കിട്ടിയില്ലെങ്കിൽ ഇതേ പെഡ്രോ നെറ്റോയെ എത്തിക്കാൻ വേണ്ടി ടോട്ടൻഹാം ഹോട്ട്സ്പറും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനൊക്കെ ചെൽസി എങ്ങനെ പ്രതികരിക്കും, താരത്തെ കൈവിടുമോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ഫബ്രിസിയോയുടെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി പെഡ്രോ നെറ്റോയുടെ ക്യാമ്പുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് നടത്തിക്കഴിഞ്ഞു. ടോക്ക് സ്റ്റാർട്ട് ഓവർ പോസിബിൾ മൂവ്, ഒരു മൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നെറ്റോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടാർഗറ്റിൽ പെടുന്നു. സാവിഞ്ഞോ സ്പേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അതേസമയം തന്നെ ടോട്ടൻഹാം ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഇപ്പം പെഡ്രോ നെറ്റോയെ കാണുന്നുണ്ട് എന്നുകൂടി ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. ഡിൽ ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ചെൽസി വാല്യുവേഷൻ. ചെൽസി ഏത് രൂപത്തിൽ വാല്യുവേഷൻ നടത്തുമെന്നനുസരിച്ചായിരിക്കും ഡീൽ നടക്കുക. എന്തായാലും പ്രീമിയർ ലീഗിലൊക്കെ ടീമുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ അതിശക്തമായിട്ട് തന്നെ തുടരുകയാണ്. ഇത്തരത്തിലുള്ള മൂവുകൾ ഇനിയും പ്രതീക്ഷിക്കണം. പെഡ്രോ നെറ്റോയെ സംബന്ധിച്ചിടത്തോളം ബ്രാഗയിലൂടെ വളർന്നു വന്നയാളാണ്. ലാസിയോയിൽ അദ്ദേഹം ലോണിൽ കളിച്ചിരുന്നു. 2019 പ്രീമിയർ ലീഗിലേക്ക് എത്തുന്നത് വോൾവർഹാംപ്റ്റൺ വാണ്ടറേഴ്സിലൂടെ. 2024 അദ്ദേഹം ചെൽസിയിലെത്തിയത്. പോർച്ചുഗലിന് വേണ്ടി 30 അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി കളിച്ചിട്ടുണ്ട് 26-കാരനായിട്ടുള്ള പെഡ്രോ നെറ്റോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.